ഇതുവരെയും ഒരു 6 കീമോയാ ചെയ്തേ. അപ്പോഴത്തേക്കും ബോഡി ഭയങ്കരമായിട്ട് വീക്കായി പോയി. ആദ്യം 64 kg, പിന്നെ 51 kg ആയി. ആഫ്റ്റർ 12-13 kg വരെയും. ആയുർവേദമാണെങ്കിൽ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് യൂട്യൂബിൽ കണ്ടു. അങ്ങനെയാണ് യൂട്യൂബിൽ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്നുള്ള പേഷ്യന്റ് ആണുള്ളത്. ഇവർ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ഇവർ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, സാറിന്റെ പേര്? നമസ്കാരം. രാമചന്ദ്രൻ. ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? ബാംഗ്ലൂരിൽ നിന്ന്. സാറിന്റെ വയസ്സ്? 41 years. ഓക്കെ. ഡോക്ടർ സാറിനോട് എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? ലിംഫോമ ആൻഡ് ബോൺ മാരോ ക്യാൻസർ. ഓക്കെ. എത്ര നാളായിട്ടുണ്ട് സർ? 1 year ആയി. വേറെ എവിടെ നിന്നെങ്കിലും ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തായിരുന്നോ? നോക്കുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. ഓക്കെ. പുറത്ത് ട്രീറ്റ്മെന്റ് എടുത്തപ്പോ എന്തെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നോ? അതായത് രോഗത്തിന് എന്തെങ്കിലും കുറവുള്ള പോലെ തോന്നിയിരുന്നോ സാറിന് ആ സമയത്തൊക്കെ? 6 പ്രാവശ്യം കീമോ ചെയ്തു. അത് ബോഡി ഭയങ്കരമായിട്ട് വീക്കായി. അതിൽ കൂടുതലൊന്നും പിന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അതിനുശേഷം യൂട്യൂബിലാണ് ഈ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. ഇങ്ങനെയൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടെന്ന്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എൻ്റെ ഫ്രണ്ടും അപ്പോൾ പറഞ്ഞു. അങ്ങനെയാ വന്നേ. ആ തീരുമാനത്തിലാണ് ഞങ്ങളിപ്പോ ഇവിടം വരെ എത്തിയത്. ഓക്കെ. ഇതിനു മുമ്പ് ആയുർവേദത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ സാറിന്? ആയുർവേദമാണെങ്കിൽ അങ്ങനെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്ന് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സും യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ആയുർവേദം മതിയെന്ന് തീരുമാനിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ലിംഫോമ ബോൺ മാരോ ഇതല്ലേ സാറിന് വന്ന ക്യാൻസറിന്റെ പേര്? ഇതിന് എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങളായിരുന്നു സാറിന് ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്? സാർ എങ്ങനെയാ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ കാരണം? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ബോഡി വെയിറ്റ് ലോസ് ആയി. ഫസ്റ്റ് എനിക്ക് 64 kg വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് 51 ആയി. അതിനുശേഷം അത് 51-ൽ നിന്ന് ഒരു 12-13 kg വരെയൊക്കെ ആയി. വെയിറ്റ് ലോസ് മാത്രമാണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നടക്കാനല്ലേ? ഓക്കെ. ഫസ്റ്റ് ടൈം സാറിനാണോ വന്നത്, അല്ലെങ്കിൽ ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലം ആണോ സാർ? അല്ലെങ്കിൽ ഇതെങ്ങനെയാ വന്നേന്നുള്ള ബോധ്യമുണ്ടോ? ഫാമിലിയിൽ എൻ്റെ അമ്മയ്ക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. അതിനുശേഷം സാറിന്റെ അമ്മയ്ക്കാണോ സാർ? അതെ, അമ്മയ്ക്ക്. ഓക്കെ. ഓക്കെ സാർ. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഒരു വിശ്വാസത്തോടെയല്ലേ വന്നത്? നെക്സ്റ്റ് ടൈം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് നല്ല റിസൾട്ടോടെ കാണാം. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു.